പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കേരള ഹൈക്കോടതിയിൽ പിണറായി വിജയനെതിരെ ഒരു വിധി വരില്ല എന്ന് കാണിച്ചുകൊണ്ട് ഒന്നിലധികം തവണ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ഒരു പതിറ്റാണ്ട് കാലത്തെ അനുഭവം കൂടി ഞാൻ ആ വീഡിയോകളിൽ പറഞ്ഞിരുന്നു. കാരണം നമുക്കറിയാം, 2013 പിണറായി വിജയൻ പ്രതിയായിട്ടുള്ള ലാവ്ലിൻ കേസിലെ പ്രതികളെ വെറുതെ വിട്ടുകൊണ്ട് തിരുവനന്തപുരം CBI കോടതിയിൽ നിന്ന് വിധി വന്നത്. അതിനെതിരെ CBI ഹൈക്കോടതിയിൽ കൊടുത്ത അപ്പീല്, ആ അപ്പീലിൽ അവസാനം 2017 പിണറായി വിജയനെ ഉൾപ്പെടെ 3 പേരെ കുറ്റവിമുക്തനാക്കുന്നതിനിടയിൽ ഉള്ള 4 വർഷക്കാലം ഏതാണ്ടൊരു 5-6 ജഡ്ജിമാരാണ്, 5-6 ബഹുമാനപ്പെട്ട ന്യായാധിപന്മാരാണ് ഈ കേസ് കേൾക്കുന്നതിൽ നിന്നും ഹൈക്കോടതിയിൽ നിന്ന് പിന്മാറിയത്. അപ്പോൾ ആ കാലമൊക്കെ ഞാൻ സൂചിപ്പിച്ചിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഈ അടുത്ത കാലത്ത് പിണറായി വിജയനുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിണറായി വിജയനുമായി ബന്ധപ്പെടുന്ന അഴിമതി കേസുകൾ 1, 2, 3 പ്രാവശ്യം ഹൈക്കോടതിയിൽ വന്നു. ആ വന്ന സമയത്തും ജഡ്ജിമാർ പിന്മാറിയില്ലെങ്കിലും ആ കേസുകളെല്ലാം തള്ളിപ്പോവുകയായിരുന്നു, പിണറായി വിജയൻ അനുകൂലമായി തള്ളിപ്പോവുകയായിരുന്നു. അതിലൊരു കേസിൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ബെച്ചു കുര്യൻ തോമസിൻ്റെ ബെഞ്ചിലാണ് വന്നത്. വേറൊരു കേസ് K. ബാബു എന്ന് പറയുന്ന ആ ജഡ്ജിൻ്റെ ബെഞ്ചിൽ വന്നു, അത് രണ്ടും തള്ളിപ്പോയി. അതിനുശേഷം ഈ അടുത്ത കാലത്ത് ജസ്റ്റിസ് TR രവിയുടെയും ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ്റെയും ബെഞ്ചിൽ പിണറായി വിജയൻ്റെ മകളുമായി ബന്ധപ്പെട്ട ഒരു കേസ് വന്നു. ആ കേസ് കേൾക്കുന്നത് TR രവി 2 മാസത്തേക്ക് മാറ്റിവെച്ചെങ്കിൽ അത് ശ്രീമാൻ PV കുഞ്ഞികൃഷ്ണൻ 4 മാസത്തേക്ക് മാറ്റിവെച്ചു. അപ്പോൾ ഇതാണ് കേരള ഹൈക്കോടതിയിൽ പിണറായി വിജയനും പിണറായി വിജയൻ്റെ കുടുംബമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന കേസുകളുടെ ഒരു അവസ്ഥ. അത് ഞാൻ ഇതിനു മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട്. ലാവ്ലിൻ കേസായാലും അല്ലാത്ത കേസായാലും പിണറായി വിജയനെതിരായി വരുന്ന അഴിമതി കേസിൽ, അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ മകളുമായി ബന്ധപ്പെട്ട് വരുന്ന അഴിമതി കേസിലൊന്നും ഹൈക്കോടതിയിൽ നിന്ന് ഒരു വിധിയും ഇതുവരെ പിണറായി വിജയനെതിരായി വന്നിട്ടില്ല, വരാൻ പോകുന്നുമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. സുഹൃത്തുക്കളെ, ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ കൂടി എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ പിണറായി വിജയനും മകളുമൊക്കെയായി ബന്ധപ്പെട്ടിട്ടുള്ള മാസപ്പടി കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഹൈക്കോടതി ഒരു കേസിൽ വാദം കേട്ടുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഒരു 3-4 ദിവസക്കാലമായി ആ കേസ് വാദം കേൾക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകൾ ദൃശ്യമാധ്യമങ്ങളിലും അച്ചടി മാധ്യമങ്ങളിലൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ ആ കേസിനെ കുറിച്ചിട്ട് ചില കാര്യങ്ങൾ മുൻകൂട്ടി എൻ്റെ പ്രേക്ഷകരോട് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത്. സുഹൃത്തുക്കളെ, ഇതിനു മുമ്പ് പല കേസുകളും വാദം നടക്കുന്ന സമയത്തൊക്കെ തന്നെ അത് തള്ളിപ്പോകാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നതെല്ലാം മിക്കവാറും ഏതാണ്ടെല്ലാം ശരിയായി വന്നിട്ടുണ്ട്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഞാൻ ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ കൂടി ഞാൻ ചർച്ച ചെയ്യാൻ പോകുന്നത്. സുഹൃത്തുക്കളെ, ഇപ്പോൾ വന്നിരിക്കുന്ന ഈ കേസ് എനിക്ക് തോന്നുന്നത് ചീഫ് ജസ്റ്റിസിൻ്റെ ബെഞ്ചിലാണ് ആ കേസ് ചീഫ് ജസ്റ്റിസ് അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചാണ് ആ കേസ് കേൾക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ കേസിലെ ആവശ്യം ഈ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിണറായി വിജയനെതിരെ CBI അന്വേഷണം പ്രഖ്യാപിക്കണം എന്നുള്ളതാണ് ആവശ്യം. അതിൽ കോടതി ആ കേസ് നൽകിയിട്ടുള്ളത് ശ്രീമാൻ MR അജയൻ എന്ന് പറയുന്ന ഒരു മാധ്യമപ്രവർത്തകനും ഒരു ഇപ്പം അദ്ദേഹം മാധ്യമപ്രവർത്തകനാണെന്നറിയില്ല, മാധ്യമപ്രവർത്തകനായിരുന്നു ദീർഘകാലം, അദ്ദേഹമാണ് ആ കേസ് നൽകിയിരിക്കുന്നത്. സുഹൃത്തുക്കളെ, ആ കേസിൻ്റെ വാദം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ കേസിൽ മുഖ്യമന്ത്രിക്ക് നോട്ടീസ് അയച്ചു, മുഖ്യമന്ത്രിയുടെ മകൾക്ക് നോട്ടീസ് അയച്ചു. അവർ രണ്ടുപേരും അവരുടെ എതിർ സത്യവാങ്മൂലം ഫയൽ ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ വാദം ഹൈക്കോടതിയിൽ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യം ഇവിടെ നിൽപ്പുണ്ട്. അതായത് പിണറായി വിജയനെതിരായി കേരള ഹൈക്കോടതിയിൽ നിന്ന് വിധികളൊന്നും വന്നിട്ടില്ല. പിണറായി വിജയനെതിരായി വന്ന കേസുകളിലൊക്കെ പലതും തള്ളിപ്പോവുകയായിരുന്നു. പിണറായി വിജയനെതിരായി കേരളത്തിലെ ഹൈക്കോടതിയിൽ നിന്നൊരു വിധി വരാനുള്ള സാധ്യത മുൻകൂട്ടി ഞാൻ കാണുന്നില്ല എന്നുള്ള കാര്യം ഞാൻ അവിടെ പറഞ്ഞു വെച്ചു. അത് ആദ്യമായിട്ടുള്ള എൻ്റെ ഒരു നിരീക്ഷണം. എന്നാൽ ഇപ്പോൾ ഈ വീഡിയോയിൽ ഞാനൊരു നിരീക്ഷണം നടത്താൻ പോവുകയാണ്. ആ നിരീക്ഷണം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ CBI അന്വേഷണം മുഖ്യമന്ത്രിക്കെതിരെ, പിണറായി വിജയനെതിരെ CBI അന്വേഷണം പ്രഖ്യാപിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഹൈക്കോടതിയിൽ സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ഈ ഹർജി യഥാർത്ഥത്തിൽ പിണറായി വിജയനെ വെളുപ്പിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ പിണറായി വിജയനെ രക്ഷിക്കാൻ വേണ്ടിയുള്ളതാണ് എന്നാണ് ഈ വീഡിയോയിലൂടെ എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളത്.
അപ്പോൾ സ്വാഭാവികമായി നിങ്ങൾ ചോദിക്കുക അതെങ്ങനെയാണ്? അത് എം ആർ അജയൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തകൻ CBI അന്വേഷണം സംബന്ധിച്ച് കേസ് കൊടുത്തിരിക്കുകയല്ലേ. അത് പിണറായി വിജയനെ വെളുപ്പിക്കാൻ കൊടുത്ത കേസ് എങ്ങനെയാണ് ആവുന്നത് എന്നുള്ള സംശയം സ്വാഭാവികമായും എൻ്റെ പ്രേക്ഷകർക്ക് ഉണ്ടാവും. അതിന് ഞാൻ ചില ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഉദാഹരണത്തിന് ഞാൻ 2001-2006 കാലഘട്ടത്തിൽ VS അച്യുതാനന്ദനോട് അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയി നിൽക്കുമ്പോൾ അന്ന് VS അച്യുതാനന്ദൻ ഏറ്റെടുത്ത് പോരാടിയിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേസ് കുഞ്ഞാലിക്കുട്ടിയൊക്കെ ഉൾപ്പെട്ടുവെന്ന് PK കുഞ്ഞാലിക്കുട്ടിയൊക്കെ ഉൾപ്പെട്ടുവെന്ന് ആരോപണം ഉന്നയിക്കപ്പെടുന്ന ഐസ്ക്രീം പാർലർ കേസായിരുന്നു. അന്ന് അച്യുതാനന്ദൻ്റെ ഏറ്റവും വലിയൊരു പോർമുഖമായിരുന്നു. അച്യുതാനന്ദനാണ് ആ കേസിൽ പോരാട്ടം നടത്തിക്കൊണ്ടിരുന്നത്. അങ്ങനെ ആ കേസിൽ അച്യുതാനന്ദൻ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു ദിവസം ഈ ഐസ്ക്രീം പാർലർ കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു ഹർജി ഹൈക്കോടതിയിൽ വന്നു. അപ്പോൾ ഞാൻ VS എടുത്തതെന്ന് പറഞ്ഞു, സാറേ ഇങ്ങനെ ഐസ്ക്രീം പാർലർ കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു കേസ് ഹൈക്കോടതിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ VS പറഞ്ഞു നന്നായി, അത് നല്ലതാണല്ലോ എന്ന് പറഞ്ഞു. പക്ഷെ എന്താ സംഭവിച്ചതെന്നറിയാമോ? ആ കേസ് ഹൈക്കോടതി തള്ളി. അതായത് ഐസ്ക്രീം പാർലർ കേസിൽ CBI അന്വേഷണം വേണം എന്നുള്ള ഹർജി ഹൈക്കോടതി തള്ളി. അപ്പോൾ കുഞ്ഞാലിക്കുട്ടിയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളൊക്കെ അത് വലിയ പ്രചരണം അതിന് കൊടുത്തു. പിന്നെ തള്ളിക്കഴിഞ്ഞാൽ പിന്നെ സുപ്രീം കോടതിയിലാണ് പോകാൻ കഴിയുക. അതായിരുന്നു അവസ്ഥ. അപ്പം ഐസ്ക്രീം പാർലർ കേസുമായി ബന്ധപ്പെട്ട് CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ കേസ് വന്നു, അത് തള്ളിപ്പോയി. അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ എന്താ മനസ്സിലായെന്നറിയാമോ? ഏതൊരു അഹമ്മദ് ഹാജി എന്ന് പറഞ്ഞിട്ട് മലപ്പുറത്തുള്ള ഒരാൾ ദുർബലമായിട്ടുള്ള, അതായത് തള്ളിപ്പോകാൻ സാധ്യതയുള്ള നിലയിലുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ദുർബലമായ ഒരു ഹർജി ഹൈക്കോടതിയുടെ മുന്നിൽ കൊണ്ടുവന്ന് കൊടുത്തു. ഇത് ഐസ്ക്രീം പാർലർ കേസിൽ ആരോപണ വിധേയരായിട്ടുള്ളവരുടെ കണ്ണൈവൻസോടുകൂടി അവർ കൂടി ഗൂഢാലോചന നടത്തിക്കൊണ്ടിരുന്നാണ് ഈ കേസ് കൊണ്ട് കൊടുത്തതെന്നുള്ളത് അന്ന് നമ്മൾ മനസ്സിലാക്കിയില്ല. പക്ഷേ ഐസ്ക്രീം പാർലർ കേസിൽ പ്രതിയാവാനിട സാധ്യതയുള്ള ആരോപണം ഉന്നയിച്ചിട്ടുള്ള PK കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെ ഉള്ളവർ അറിഞ്ഞുകൊണ്ടാണ് ഈ അഹമ്മദ് ഹാജി ഈ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ദുർബലമായ വാദങ്ങൾ ഉന്നയിച്ച് ഹൈക്കോടതിയിൽ കേസ് കൊണ്ട് കൊടുത്തെന്ന് പിന്നീടാണ് നമ്മൾ മനസ്സിലാക്കിയത്. ദുർബലമായ വാദമായിരുന്നു, യഥാർത്ഥ വാദങ്ങളൊന്നും കാര്യമായിട്ട് ഉന്നയിക്കാഞ്ഞുകൊണ്ട് കോടതിക്ക് അത് തള്ളാൻ എളുപ്പമായിരുന്നു, കോടതി തള്ളി. പക്ഷെ തള്ളിക്കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? ഐസ്ക്രീം പാർലർ കേസിൽ CBI അന്വേഷണം ഹൈക്കോടതി തള്ളി എന്നുള്ള പ്രചരണം വന്നു. അപ്പോൾ ആ ഒരു അനുഭവം എൻ്റെ മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കേസും അങ്ങനെയാവാനുള്ള സാധ്യതയുണ്ട് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. എനിക്ക് ആദ്യമായി വേറെ ചില കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയാം. MR അജയൻ എന്ന് പറഞ്ഞിട്ടുള്ള മാധ്യമപ്രവർത്തകനാണ് ഈ കേസ് കൊടുത്തിട്ടുള്ളത്. എനിക്ക് ആദ്യമായി സൂചിപ്പിക്കാനുള്ളത് MR അജയൻ ആദ്യമായിട്ടല്ല ഇതുപോലെ പൊതു താല്പര്യ ഹർജികളുമായി രംഗത്ത് വരുന്നത് എന്നുള്ളതാണ്. അദ്ദേഹം ഒരു പൊതു താല്പര്യങ്ങൾ കൊടുക്കുന്ന, പൊതു താല്പര്യങ്ങളിൽ താല്പര്യമുള്ള ഒരു മാധ്യമപ്രവർത്തകനാണ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് ആരും സംശയമില്ല. അദ്ദേഹം എന്തോ അജയൻ ഓച്ചന്തുരുത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് കേരള ശബ്ദം വാരികയിലൊക്കെ ജോലി ചെയ്തിരുന്ന ആളാണ്. സന്തോഷ് മാധവൻ എന്ന് പറഞ്ഞ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതൊക്കെ നിരന്തരം ലേഖനങ്ങൾ ആഴ്ചപ്പതിൽ എഴുതിയിരുന്ന ആളാണ്. അദ്ദേഹം ആന്റണി രാജുവുമായി ബന്ധപ്പെട്ട കേസിൽ സുപ്രീം കോടതി ആന്റണി രാജുവിനെതിരായി സുപ്രീം കോടതി വിധിക്കുമ്പോൾ ആ വിധിച്ചത് ഈ MR അജയൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ മാധ്യമപ്രവർത്തനം കൊടുത്ത കേസിലാണ്. ഒരു ചരിത്ര പ്രധാനമായിട്ടുള്ള കേസാണ്, ആ കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ MR അജയൻ എന്ന് പറഞ്ഞ ഈ പൊതുപ്രവർത്തകൻ പൊതു താല്പര്യ ഹർജികൾ ആദ്യമായിട്ടല്ല കൊടുക്കുന്നത്, അതിൽ യാതൊരു തർക്കവുമില്ല. ഇതിനു മുമ്പും കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ അംഗീകരിക്കുക തന്നെ വേണം. അപ്പോൾ നിയമഭാഷയിൽ പറഞ്ഞാൽ MR അജയന് ലോക്കൽ സ്റ്റാൻഡി ഉണ്ട് ഈ കേസ് കൊടുക്കാൻ എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ MR അജയൻ പിണറായി വിജയനെതിരെ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കേസ് കൊടുത്തതിന് പുറകിൽ ദുരൂഹതകൾ ഞാൻ ആരോപിക്കുകയാണ്. അതിന് പല കാരണങ്ങളുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MR അജയൻ ഇപ്പോൾ സജീവമല്ല, അദ്ദേഹം രോഗബാധിതനാണ് എന്നാണ് ഞാൻ എൻ്റെ സുഹൃത്തുക്കളുടെ അടുത്ത് നിന്നൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത്. അതൊന്നാമത്തെ കാര്യം. അദ്ദേഹം സജീവമായി പ്രവർത്തന മേഖലയിൽ ഇപ്പോൾ ഇല്ല. അദ്ദേഹത്തിൻ്റെ ഒരു ഫോട്ടോ ഞാനിപ്പോൾ കൊടുക്കുന്നുണ്ട്, അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. അദ്ദേഹം രോഗാതുരനാണ്, രോഗബാധിതനാണ്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അദ്ദേഹം പിണറായി വിജയനെതിരെ സമരങ്ങളൊന്നും നടത്തി ഞാനിതുവരെ കണ്ടിട്ടില്ല. പിണറായി വിജയൻ്റെ അഴിമതിക്കെതിരെ എന്തെങ്കിലും അദ്ദേഹം ചെയ്തതായിട്ടോ അല്ലെങ്കിൽ ഇതിനു മുമ്പ് പിണറായി വിജയൻ്റെ അഴിമതിക്കെതിരായിട്ട് എന്തെങ്കിലുമൊക്കെ കേസ് കൊടുത്തായിട്ടൊന്നും ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. ഇനി ഒരു പ്രധാനപ്പെട്ട വിഷയം കൂടിയുണ്ട്. അതെന്താണെന്നറിയാമോ? ഈ MR അജയൻ രഘു എന്ന് പറഞ്ഞിട്ടൊരു ഫേസ്ബുക്ക് ഹാൻഡിലുണ്ട്. ആ ഫേസ്ബുക്ക് ഹാൻഡിലിൽ പിണറായി വിജയൻ 3-ാം തവണ അധികാരത്തിൽ വരും എന്ന് ഈ MR അജയൻ എഴുതി വെച്ചിട്ടുണ്ട്. പിണറായി വിജയൻ 3-ാം തവണ അധികാരത്തിൽ വരും, പിന്നെ നിലമ്പൂരിൽ സ്വരാജ് ജയിക്കും,
നിലമ്പൂരിൽ ഈ പറഞ്ഞ പോലെ ജമാഅത്ത് UDF പിന്തുണ കൊടുത്തത് അവർക്ക് തിരിച്ചടിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരന്തരമായി ഇടതുപക്ഷത്തിന് അനുകൂലമായും പിണറായി വിജയൻ അനുകൂലമായും ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്ന ആളാണ് എം.ആർ. അജയൻ. അതോടൊപ്പം തന്നെ അദ്ദേഹം പണ്ട് പിന്നെ SFIയും CPM ഒക്കെ ആയിരുന്നു. അത് അദ്ദേഹം തന്നെ അംഗീകരിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ എം.ആർ. അജയൻ പൊതുതാൽപര്യ ഹർജികൾ കൊടുക്കുന്ന ആളാണെന്നുള്ളത് അംഗീകരിച്ചുകൊണ്ട് തന്നെ പല പൊതുതാൽപര്യ ഹർജികളും അദ്ദേഹം ഇതിനു മുമ്പ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് അംഗീകരിച്ചുകൊണ്ട് തന്നെ ആണെങ്കിൽ പോലും ഈ കേസ് എം.ആർ. അജയൻ കൊടുത്തത് പിണറായി വിജയനെ വെളുപ്പിക്കാൻ വേണ്ടിയാണ് എന്നുള്ളതാണ് എൻ്റെ വാദം. അതാണ് എൻ്റെ വാദം. അതിൻ്റെ കാരണങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതാണ്. അദ്ദേഹം പിണറായി വിജയനെതിരെ സമരം ചെയ്യുന്ന ഒരാളാണെന്നുള്ളത് എനിക്ക് തോന്നിയിട്ടില്ല. അദ്ദേഹം മുൻപ് ഒരു ഇടതുപക്ഷക്കാരനായിരുന്നു. അദ്ദേഹം ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് ഹാൻഡിലിൽ ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടാണ് പോസ്റ്റുകൾ ഇട്ടുകൊണ്ടിരിക്കുന്നത്. എന്ന് മാത്രമല്ല, കഴിഞ്ഞ ഇലക്ഷന് മുമ്പ് അദ്ദേഹം ഉമ്മൻചാണ്ടിക്കെതിരെ സോളാർ പരാതിക്കാരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ ഒരു ഇൻ്റർവ്യൂ എടുത്തെന്നും അത് മാധ്യമങ്ങൾ, ദൃശ്യമാധ്യമങ്ങളോ അച്ചടി മാധ്യമങ്ങളോ ഒന്നും കൊടുക്കാതിരുന്നതിനെ തുടർന്ന് യൂട്യൂബിൽ അത് CPM-കാർ വലിയ തോതിൽ അത് ആഘോഷമാക്കി എന്നുമൊക്കെ ഞാൻ അന്വേഷിച്ചപ്പോൾ മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഞാൻ വളരെ സംശയലേശമന്യേ ഇപ്പോൾ പറയുന്നു, പിണറായി വിജയനെ വെളുപ്പിക്കാൻ വേണ്ടി, പിണറായി വിജയനെ വെള്ളപൂശി എടുപ്പിക്കാൻ വേണ്ടി എം.ആർ. അജയൻ അല്ലെങ്കിൽ എം.ആർ. അജയൻ്റെ പുറകിൽ നിന്നാരെങ്കിലും അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ എന്തെങ്കിലും PR സെറ്റുകാർ എം.ആർ. അജയനെ കൊണ്ട് ദുർബലമായിട്ടുള്ളൊരു കേസ് ഹൈക്കോടതിയിൽ കൊടുപ്പിച്ചിരിക്കുകയാണ് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിന് പല പല കാരണങ്ങൾ, പിന്നീട് പല പല കാരണങ്ങൾ എനിക്ക് തോന്നി. ഒന്ന്, എം.ആർ. അജയന് വേണ്ടി പിന്നെ വന്ന് വാദിക്കുന്ന ഒരു എന്തോ ഒരു ശ്രീജിത്ത് ചിറയിൽ നിന്നും കണ്ടാണെന്നാണ് എൻ്റെ ഓർമ്മ. ഒരു അഭിഭാഷകനുണ്ട്. ആ അഭിഭാഷകനെ കുറിച്ചിട്ട് ഞാൻ കേട്ടിട്ടില്ല. ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു അഭിഭാഷകനെ കുറിച്ചിട്ട് ഞാൻ കേൾക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിൽ വേറെ 2-3-4 അഭിഭാഷകരുടെയൊക്കെ പേര് കണ്ടു. അവരൊന്നും നമ്മളങ്ങനെ കേട്ടിട്ടുള്ള ആളുകളല്ല. ആ അഭിഭാഷകൻ്റെ പേര് ശ്രീജിത്ത് എന്നല്ല, ഷാജി ചിറയത്ത് എന്നാണ് അഭിഭാഷകൻ്റെ പേര്. അഭിഭാഷകനെ കുറിച്ച് ഞാൻ അന്വേഷിച്ചപ്പോഴത്തേക്ക് അദ്ദേഹം ഒരു ആവറേജോ അല്ലെങ്കിൽ ജസ്റ്റ് ആവറേജിന് മുകളിലോ ഉള്ള ഒരു ഹൈക്കോടതി അഭിഭാഷകനാണ്. അല്ലാതെ വലിയ പേരെടുത്ത അഭിഭാഷകനാണെന്നൊന്നും ഞാൻ കേട്ടിട്ടില്ല ഈ ഷാജി ചിറയത്ത്. അതും സംശയാസ്പദമാണ്. ഇനി എം.ആർ. അജയൻ കൊടുത്തതായി കാണുന്ന സത്യവാങ്മൂലവും വളരെ ദുർബലമാണ് എന്നാണ് ഈ വിഷയത്തിൽ കുറേ കാര്യങ്ങൾ പരിശോധിച്ചിട്ടുള്ള എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അതിനകത്ത് എന്തോ കോവളം കൊട്ടാരത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞിരിക്കുന്നു, പിന്നെ മുഖ്യമന്ത്രിയുടെ മരുമകനെ കുറിച്ചൊക്കെ പറഞ്ഞിരിക്കുന്നു, എന്തൊക്കെയോ പറഞ്ഞിരിക്കുന്നു എന്ന് കേൾക്കുന്നു. അദ്ദേഹം കൊടുത്തിട്ടുള്ള ആ സത്യവാങ്മൂലമൊന്നും പുറത്തു വന്നാരും കണ്ടിട്ടില്ല. പക്ഷേ ആ സത്യവാങ്മൂലത്തിൽ പിണറായി വിജയനും മകളും കൊടുത്തിട്ടുള്ള മറുപടിയുണ്ട്. ആ മറുപടിയൊക്കെ തന്നെ വളരെ വ്യാപകമായി പത്രങ്ങളിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ വ്യാപകമായി വന്നുകൊണ്ടിരിക്കുകയാണ്. അതെ, പിണറായി വിജയന് ബിസിനസ്സിൽ പങ്കില്ല, മകൾ വീണയുടെ എതിർ സത്യവാങ്മൂലം, അതിൻ്റെ ഫുൾ ടെക്സ്റ്റ് പത്രത്തിൽ വരികയാണ്. അതുപോലെ തന്നെ പിണറായി വിജയൻ കൊടുത്തിട്ടുള്ള പിണറായി വിജയൻ കൊടുത്തിട്ടുള്ള സത്യവാങ്മൂലവും വളരെ വിശദമായിട്ട് പത്രത്തിൽ വരുന്നുണ്ട്. അപ്പോൾ പിണറായി വിജയൻ കൊടുത്ത സത്യവാങ്മൂലം വരുന്നു, മകൾ കൊടുത്ത സത്യവാങ്മൂലം, ഇതെല്ലാം വളരെ വിശദമായി വരുന്നു. എന്നാൽ എം.ആർ. അജയൻ കൊടുത്തിട്ടുള്ള സത്യവാങ്മൂലത്തിൽ എന്തൊക്കെയാണ് അടങ്ങിയിട്ടുള്ളതെന്ന് എനിക്കറിയില്ല, ആർക്കും അറിയില്ല. എം.ആർ. അജയന് തന്നെ തൻ്റെ സത്യവാങ്മൂലത്തിലെ വിശദാംശങ്ങൾ കാര്യമായി വിശദീകരിക്കാൻ കഴിയുന്നില്ല എന്നുള്ള ആരോപണവും നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ പശ്ചാത്തലത്തിൽ ഈ CBI അന്വേഷണത്തിലുള്ള ഒരു കേസും കൂടെ തള്ളിക്കഴിഞ്ഞാൽ പിണറായി വിജയനെ വെളുപ്പിച്ചില്ലേ സുഹൃത്തുക്കളെ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. കാരണം എന്താ, 3ാമത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ നിൽക്കുന്ന പിണറായി വിജയന് ഏറ്റവും വലിയൊരു കറുത്ത പുള്ളി എന്ന് പറയുന്നത് ഈ കേസാണ്, ഈ മാസപ്പടി കേസാണ്. ഈ മാസപ്പടി കേസിൽ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ചിൽ നിന്ന് CBI അന്വേഷണം തള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിണറായി വിജയന് അതിൽ പരം നേട്ടം എന്തുണ്ടാവാനാണ് എന്നാണ് എൻ്റെ ചോദ്യം. അപ്പം അതുകൊണ്ട് ഈ എം.ആർ. അജയൻ കൊടുത്ത കേസ് പിണറായി വിജയനെ വെളുപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള കേസാണെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇത് പരമ ദുർബലമായിട്ടുള്ള വാദങ്ങൾ ഉയർത്തിയാണ് ഈ കേസ് വാദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ വക്കീൽ ഷാജി ചിറയത്ത് എന്ന് പറഞ്ഞാൽ ആരും കേട്ടിട്ടുള്ള ഒരാളല്ല. എം.ആർ. അജയൻ പിണറായി വിജയനെതിരെ ശക്തമായ സമരം നടത്തുന്ന ഒരാളാണ് എന്ന് എനിക്കിതുവരെ തോന്നിയിട്ടില്ല. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന പിണറായി വിജയനെ ഒന്ന് വെള്ളപൂശാൻ വേണ്ടി, പിണറായി വിജയനെതിരായിട്ടുള്ള കേസ് ഹൈക്കോടതി തള്ളി എന്നുകൂടി പറയിപ്പിക്കാൻ വേണ്ടി ഈ എം.ആർ. അജയനും അല്ലെങ്കിൽ എം.ആർ. അജയൻ്റെ പുറകിൽ നിന്നിട്ടുള്ള ആളുകൾ എം.ആർ. അജയനെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ് ഈ കേസ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഈ കേസ് തള്ളപ്പെടും എന്നുള്ള കാര്യത്തിൽ അതെനിക്ക് 100%. പക്ഷെ അതിനകത്തൊരു ചെറിയ രജതരേഖ കിടക്കുന്നത്
ഈ കേസ് വാദം തീരുന്നതിന് മുമ്പ് തന്നെ ഈ കേസിൽ ബന്ധപ്പെട്ട വേറെ ചില ആളുകൾ കക്ഷി ചേരാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അവരുടെ പേരുകൾ ഞാനിപ്പോൾ പറയുന്നില്ല. ഈ വിഷയത്തിൽ ശക്തമായി സമരം നടത്തുന്ന ചില ആളുകൾ അവരിതേ ഹർജിയുമായി ഹൈക്കോടതിയിൽ ചെല്ലാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ചെന്നു കഴിഞ്ഞാൽ ഹൈക്കോടതി അതിനെ ഈ കേസുമായി ക്ലബ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അതൊരു രജത രേഖയാണ്. പിണറായി വിജയനുമായി എതിരായിട്ട് ഈ കേസിൽ ശക്തമായി നിലപാടെടുക്കുന്ന ആളുകൾ ഈ കേസിൽ ബന്ധപ്പെടാൻ സാധ്യതയുണ്ട് എന്നുള്ളത് ഒരു രജത രേഖയാണ്. അങ്ങനെ ചെയ്താൽ ഒരു പക്ഷേ ഈ MR അജയനും കൂട്ടരും വിചാരിക്കുന്ന കാര്യം നടക്കാതെ പോകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ ഉണ്ടാവട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്തായാലും രണ്ട് കാര്യമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഒന്ന്, MR അജയൻ കൊടുത്തിരിക്കുന്ന കേസ് CBI അന്വേഷണം ഉദ്ദേശിച്ചുകൊണ്ടുള്ളൊരു കേസല്ല, പിണറായി വിജയനെ രക്ഷിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു കേസാണ്. ഒന്ന്. രണ്ട്, ഈ കേസിൽ ഇതിൻ്റെ ബന്ധപ്പെട്ടവരാരും കക്ഷി ചേർന്നില്ല എന്നുണ്ടെങ്കിൽ, കക്ഷി ചേർന്ന് ഈ കേസിനെ നേർവഴി നയിച്ചില്ല എന്നുണ്ടെങ്കിൽ പിണറായി വിജയനെതിരെ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഈ കേസ് ഹൈക്കോടതി തള്ളും എന്നുള്ളത് കാര്യത്തിൽ എനിക്ക് 150% ഉറപ്പാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാറുള്ളത്.